ഒമാനിലെ വെളുത്ത സ്വർണം കുത്തിയെടുക്കുന്നതിന്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഗോൾഡ് ഓഫ് ഒമാൻ, അതല്ലെങ്കിൽ ടിയേഴ്സ് ഓഫ് ഗോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന കുന്തിരിക്കത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. കുന്തിരിക്കത്തിന് എന്താ ഇപ്പൊ ഇതിന് മാത്രം കഥ പറയാനുള്ളതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഷോപ്പിൽ പോയാൽ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കൊക്കെ കുന്തിരിക്കം ഈസി ആയിട്ട് കിട്ടുമല്ലോ. പക്ഷേ കുന്തിരിക്കത്തിന് പറയാനുള്ളത് ഒരു ഒന്നൊന്നര കഥയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സലാലയിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ അപ്പുറത്തുള്ള ദോഫാർ പ്രവിശ്യയിലേക്കാണ്. ഇതാണ് ഖോർ റോറി അല്ലെങ്കിൽ സംഹരം എന്നറിയപ്പെടുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇത് അതിപുരാതനമായിട്ടുള്ളൊരു തുറമുഖ നഗരമാണ്. ഏകദേശം 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലുമൊക്കെ ഈ തുറമുഖത്ത് നിന്നാണ് ദ വൈറ്റ് ഗോൾഡ് ഓഫ് ഒമാൻ എന്നറിയപ്പെടുന്ന കുന്തിരിക്കം ഇന്ത്യയിലേക്കും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്നത്. ഈ കാണുന്ന നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയോ നമ്മുടെ ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഭാഗവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബിൽക്കീസ് രാജ്ഞി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്വീൻ ഓഫ് ഷേബ എന്ന് പറയാം. നമ്മുടെ ബൈബിളിലാണെങ്കിലും ഖുർആനിലാണെങ്കിലും വ്യക്തമായിട്ട് ഈ റാണിയുടെ കഥ പറയുന്നുണ്ട്. സോളമൻ രാജാവ് അല്ലെങ്കിൽ സുലൈമാൻ നബിയുമായിട്ടുള്ള ഇവരുടെ കണക്ഷനും ഇവരുടെ ബുദ്ധി വൈഭവവും വ്യാപാര തന്ത്രങ്ങളും ഒക്കെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരുടെ പിതാവ് മനുഷ്യനും മാതാവ് ജിന്നുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കഥ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ചരിത്രം ഇപ്പോഴും ഉറങ്ങിത്തുടങ്ങിയിട്ടില്ലാത്ത ഈ പൗരാണികമായ നിർമ്മിതി ഇങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുന്നത് കാണുന്ന സമയത്ത് മനസ്സിന് വല്ലാത്തൊരു വേദന. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ക്വീൻ ഓഫ് ഷേബ, നമ്മുടെ ബിൽക്കീസ് രാജ്ഞി ഈ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ വന്ന് നിൽക്കുന്നു. ദൂരെ നിന്നും ഒരു ചരക്ക് കപ്പൽ വരുന്നത് അവർ കാണുന്നു. അപ്പോൾ തൻ്റെ അനുയായികളെ പറഞ്ഞയക്കുന്നു, ചരക്ക് ഇറക്കുന്നു. അതിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള രത്നങ്ങളുണ്ടാവും, കുരുമുളകുണ്ടാവും, മറ്റു വിഭവങ്ങളുണ്ടാവും. അതെല്ലാം ഈ അറകളിൽ സൂക്ഷിക്കുന്നു. ഇവിടുത്തെ കുന്തിരിക്ക അറകളിൽ നിറച്ചു വെച്ചിട്ടുള്ള ഉണങ്ങിയ കുന്തിരിക്കം പിന്നീട് ആ കപ്പലിൽ അവർ നിറയ്ക്കുന്നു. ആ കപ്പൽ വീണ്ടും മറ്റ് രാജ്യങ്ങൾ തേടി പോകുന്നു. എന്തുമാത്രം ബഹളങ്ങളായിരിക്കും, എന്തുമാത്രം ആഘോഷങ്ങളായിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക. അതൊക്കെ ഓർക്കുന്ന സമയത്ത് എനിക്കറിയില്ല, ഞാൻ എപ്പോഴും അങ്ങനെ ആ പാസ്റ്റിലേക്ക് അങ്ങ് അറിയാതെ ഒഴുകിപ്പോവും. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും അറിയുന്നുണ്ട്, ക്വീൻ ഓഫ് ഷേബ ഭരിച്ചിരുന്ന അവരുടെ സമ്മർ പാലസ് ആയിട്ടുള്ള ഈ സ്ഥലം, അവരെ ആരാധിച്ചിരുന്ന മൂൺ ഗോഡിന്റെ ടെമ്പിൾ, അതൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ശരിക്കൊന്ന് സൂക്ഷിച്ച് കാതോർത്താൽ നമുക്ക് കേൾക്കാൻ പറ്റും ചരിത്രത്തിന്റെ പിറുപിറുക്കലുകൾ.